അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ്റെ ഉത്തമ മാതൃകകൾ എന്ന വീഡിയോ പരമ്പരയുടെ 21ാമത്തെ ഭാഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീരീസ് ചെയ്യാനുള്ള കാരണം ആദ്യം മുതൽ കേൾക്കുന്നവർക്കറിയാം. കെ നൗഷാദ്, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഇവർ തമ്മിൽ നടന്ന ഒരു സംവാദം. ആ സംവാദ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാതെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പ്രവാചകൻ്റെ ഒരു 5 നന്മ നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പരക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രവാചകൻ്റെ ഒരു മാതൃകയെങ്കിലും കാണിക്കുക എന്നുള്ളത്. മാതൃക ഇല്ലാത്തതുകൊണ്ടല്ല, അവർ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം, അവർ ചോദിക്കുകയും നമ്മൾ എന്തെങ്കിലും ഒരു മാതൃക പറയുമ്പോൾ അതിനെ അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വെറുപ്പ് വിതയ്ക്കുന്ന ഈ ഇസ്ലാം വിമർശകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ചോദിച്ച ആ സന്ദർഭം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആ വിഷയത്തിൽ തന്നെ ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ആ പ്രവാചകനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു അള്ളാഹു എല്ലാ ഉത്തമ മാതൃകാ പ്രവാചകങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ചെറുപ്പകാലത്തിൽ കേട്ടിട്ടുള്ള പല മതപ്രസംഗങ്ങളും ഇങ്ങനെ അംഗമായി കേട്ടിട്ടുള്ളതല്ലാതെ ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ ഗുണങ്ങളെടുത്തിട്ട് സംസാരിച്ചതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെ സംസാരിച്ചതിൻ്റെ റെക്കോർഡുകളൊന്നും ഇപ്പോൾ കാണത്തില്ല. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഒരു വീഡിയോ സീരീസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രവാചകൻ്റെ ഓരോരോ നന്മകൾ എടുത്ത് വെച്ചിട്ട് അതിനുള്ള തെളിവുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും എടുത്ത് അതിൻ്റെ റെഫറൻസ് കാണിച്ചിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ 20ാമത്തെ കഴിഞ്ഞ ഭാഗം നമ്മൾ തലക്കെട്ടിരുന്നത് അനുകമ്പ, ദയ, കാരുണ്യം എന്നീ ഗുണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഈ ഭാഗത്ത് 21-ൽ എളിമ എന്ന ഒരു ഗുണം ആണ് നമ്മൾ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് കൂടുതൽ പറയാനുള്ളതുകൊണ്ട് ചിലപ്പം ഇത് തന്നെ 2 ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും. ഇന്ന് ഒരു 5-6 സംഭവങ്ങൾ മാത്രം ഈ തലക്കെട്ടിൽ നമ്മൾ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് എളിമ തന്നെ ഒന്നുകൂടെ എടുക്കാം. എന്നുവെച്ചാൽ അത് അത്ര പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ എളിമ എന്നുള്ളത് സാധാരണ ഒരാൾക്ക്, ഒരു പാവപ്പെട്ട ആൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വിലയില്ലാത്ത ആൾക്ക് പെട്ടെന്ന് എളിമ ഉണ്ടാകും. എന്നുവെച്ചാൽ ഞാൻ ഇതിൽ സാമ്പത്തികം ഇല്ലാത്ത ആളാണ്, എനിക്ക് സമൂഹത്തിൽ വലിയ അന്തസ്സില്ലാത്ത ആളാണ്, ഞാൻ കഷ്ടപ്പെടുന്ന ആളാണ് എന്നുള്ള ഒരു ബോധം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയൊരു അഹങ്കാരമോ തന്നെ പൊക്കി പറയുന്നതോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ തന്നെ മുൻനിർത്തി കാണിക്കാത്തതോ അങ്ങനെയുള്ളത് ഒരു സ്വാഭാവികമായിട്ട് വരാം. പക്ഷേ സമൂഹത്തിൽ നല്ലൊരു വലിയൊരു അന്തസ്സിൽ ജീവിക്കുന്ന ഒരാൾ, നല്ല പവറിൽ അധികാരത്തിലുള്ള ആൾ, നല്ല ജോലിയുള്ള നല്ല ശമ്പളമുള്ള ആൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ നല്ല ആളറിയുന്നത് എന്തെങ്കിലും ഒരു ഫീൽഡിൽ, കലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സയൻസിലോ എന്തെങ്കിലും ആവട്ടെ, അതിനകത്ത് മൊത്തം ആൾക്കാർ അറിയുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എളിമ എന്നുള്ളത് അത്ര പെട്ടെന്ന് വരില്ല അവർക്ക്. നമ്മൾ ആരൊക്കെയാണ് എന്നുള്ള അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അവരുടെ സംസാരങ്ങളും സ്വഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം ആ രീതിയിലായിരിക്കും. തന്നെ ഒരു സാധാരണ ആളെന്നുള്ളത് ഒരിക്കലും വിചാരിക്കത്തില്ല. സാധാരണ ആളായിട്ടായിരിക്കും തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ സിനിമാ മേഖലയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മിമിക്രിയും കോപ്രായൊക്കെ കോമഡി കാണിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒരു ലെവലിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ പഴയതെല്ലാം മറന്നിട്ട് വേറൊരാളായിട്ട് മാറി അവർ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റാൾക്കാരെ ദ്രോഹിക്കുന്ന രീതിയിലും പവറെല്ലാം എടുത്തിട്ട് അവർ കൂടെ ജോലി ചെയ്ത ആൾക്കാരെ പോലും കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ ഉള്ള അഹങ്കാരങ്ങളൊക്കെ തലയിൽ കയറുന്നത് കാണാം. അതുപോലെ ഒരു ഭരണാധികാരി, നരേന്ദ്രമോദി ആവട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ആവട്ടെ, ആൾക്കാരുടെ കൂടെ വന്ന് നിന്നിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകി അങ്ങനെ ജീവിക്കുന്ന നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഒരിടത്തും. ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പ്രവാചകൻ്റെ എളിമ നോക്കാൻ. വെറുതെ എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ആ പ്രവാചകൻ ആരായിരുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം പ്രവാചകൻ്റെ സ്വഭാവം നമുക്ക് വിലയിരുത്താൻ. അപ്പം പ്രവാചകൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ആർക്കും കിട്ടാത്തൊരു സ്റ്റാറ്റസാണ് അള്ളാഹുവിൻ്റെ ദൂതൻ എന്നുള്ളത്. പ്രവാചകൻ്റെ, അള്ളാഹുവിൻ്റെ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന സ്ഥാനം അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ പ്രയത്നിച്ചൊന്നും കിട്ടുന്നില്ല. അത് അള്ളാഹുമായിട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ അധികാരം നമുക്ക് കിട്ടും, ഈ ജനങ്ങളുടെ നേതൃത്വം നമുക്ക് കിട്ടും, സമ്പത്ത് കിട്ടും, ജോലി കിട്ടും, വലിയ അന്തസ്സുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതെല്ലാം നമുക്ക് ശ്രമിച്ചാൽ ചിലപ്പോൾ ഇവിടെ കിട്ടും. പക്ഷേ പ്രവാചക സ്ഥാനം, ദൈവത്തിൻ്റെ ദൂതൻ എന്നുള്ള സ്ഥാനം അള്ളാഹുമായിട്ട് തന്നാൽ മാത്രമാണ്. അങ്ങനെ ഒരു സ്ഥാനം പ്രവാചകനുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും. ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഇത് അള്ളാഹുവിൽ നിന്ന് എനിക്ക് വഹി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ
അത് കേട്ടു. മൊത്തം ഫുൾ അറേബ്യ പ്രവാചകൻ്റെ കൺട്രോളിലായിരുന്നു അവസാനം. അദ്ദേഹം പ്രവാചകൻ വഫാത്താകുമ്പോൾ ഫുൾ അറേബ്യയും വിശ്വസിച്ചിരുന്നു. ഇന്ത്യയുടെ അത്രയും ഭൂവിസ്തൃതിയുള്ള ഒരു സ്ഥലം, എല്ലാ ജനങ്ങളും എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു ജനം. ഇത് മാത്രമല്ല, ആ ഭൂവിസ്തൃതിയുടെ ഭരണാധികാരിയും കൂടെയാണ്, മൊത്തത്തിൻ്റെ ഒരു വലിയ ചക്രവർത്തി. അപ്പം വലിയൊരു രാഷ്ട്രത്തിൻ്റെ ചക്രവർത്തി പ്ലസ് പ്രവാചകൻ. അപ്പം ആ സ്റ്റാറ്റസ് എത്രയാണെന്നോ, ലോകത്ത് ആർക്കും അങ്ങനെ സ്റ്റാറ്റസ് ഇതുവരെ കിട്ടിയിട്ടില്ല. രണ്ടും ഭരണാധികാരിയും അതുപോലെ തന്നെ പ്രവാചകനും, ഇത്രയും ആൾക്കാരുടെ കൺട്രോൾ ഉള്ള ഒരു ഭരണാധികാരി പ്ലസ് പ്രവാചകൻ എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ഉയർന്ന സ്ഥാനമാണെന്ന് നോക്കണം. ആ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നിന്നാണ് വിനയം എന്നുള്ളത് കറക്റ്റ് പഠിക്കണം. പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഹാരം, വസ്ത്രം, വീട്, ഇത് ഈ ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഇത്രയും പവർഫുള്ളായ ഒരു ഭരണാധികാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരൊറ്റ മുണ്ട് മാറി കൊടുക്കാൻ ഒരു ഉണ്ട്, അത്രേ ഉള്ളൂ. ഒറ്റ ജോഡി തുണി മാത്രമേ പ്രവാചകൻ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ വീട്, ജസ്റ്റ് നിസ്കരിച്ചാൽ ആയിഷ ബീവി കിടക്കുകയാണെങ്കിൽ കാല് മടക്കിയാൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയും സ്പേസേ ഉള്ളൂ വീട്ടിനകത്ത്. വീട്ടിൻ്റെ കിടക്കാൻ ഉപയോഗിക്കുന്ന പായ തന്നെയാണ് വീടിൻ്റെ കർട്ടനും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, എത്രത്തോളം വലിയ ഒരു ചക്രവർത്തി വളരെ സാധാരണമായിട്ട് ഇത് എങ്ങനെ സാധിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത്. ഇത്രയും പൈസ ബൈത്തുൽ മാലിലുണ്ട്, സമ്പത്ത് കൂടിക്കിടക്കുന്നു രാഷ്ട്രത്ത്. ആരും ഒന്ന് ചോദിച്ചാലും അവിടെ കടം തീർക്കുന്നു, അവരെന്ത് ചോദിച്ചാലും ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു സാധാരണ ആൾക്കാർ, ജനങ്ങൾ, ഗ്രാമവാസികളൊക്കെ വന്നാൽ. പക്ഷേ സ്വന്തത്തിന് വേണ്ടിയിട്ട് അതിൽ നിന്നൊരു പൈസ എടുക്കുന്നില്ല എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അപ്പം ഇത് വരാൻ കാരണം, ഇങ്ങനെയുള്ള ഒരു വിനയം, ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം തീർച്ചയായും അല്ലാഹു ഒന്ന് വിശ്വസിച്ചിരുന്നു പ്രവാചകൻ. ആരെക്കാളും ഏറ്റവും കൂടുതൽ വിശ്വാസം പ്രവാചകനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ജീവിതം അങ്ങനെ ജീവിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു പോയത്. അതുപോലെ ആഹാരം, ഒരു മാവ് പോലും അരിച്ച മാവ് കഴിച്ചിട്ടില്ല. മാവും ഭൂമിയും കൂടെ ചേർന്ന് അത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ അതും 3 ദിവസത്തിൽ അടുപ്പിച്ച് ചിലപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല. 3 മാസം വീട്ടിൽ തീ എരിഞ്ഞിട്ടുണ്ടാവില്ല. ചില ദിവസങ്ങൾ വെറും കാരക്കയും വെള്ളങ്ങൾ മാത്രം. ഇങ്ങനെല്ലാം എങ്ങനെ ജീവിക്കാൻ പറ്റി എന്നുള്ളത് ഒരു എളിമയായ ജീവിതം. നമ്മളിതെല്ലാം അതിൻ്റെ ഉദാഹരണം നേരത്തെ കണ്ടതാണ്. ഇന്ന് അതല്ലാത്ത ചില കാരണങ്ങൾ ഈ ഫുഡിൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റാറ്റസിലാവട്ടെ, നമ്മളിപ്പം വലിയ ഇതൊന്നും അല്ലെങ്കിലും സാധാരണ ഒരു 3 നേരം ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു ആഹാരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം, ഇഷ്ടപ്പെടാത്ത ആഹാരം എന്നുള്ളത് കാണും. അത് കൊണ്ട് വെച്ചിട്ട് ഇത് നമ്മൾ ചിലപ്പം വീട്ടിൽ ഇത് ശരിയല്ല, ഇത് ഉപ്പില്ല, ഇന്നത് പുളിയില്ല, അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ ആരായാലും പറഞ്ഞു. സാധാരണ ആളാണെങ്കിൽ അത് പറഞ്ഞു, ആഹാരത്തിനകത്ത് ഇത് ശരിയല്ല, അതിനകത്ത് കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറ്റം പറയാം ആഹാരത്തിൽ. പക്ഷെ പ്രവാചകൻ ഒരു കാലത്തും ആഹാരത്തിനെ കുറിച്ച്, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, ആഹാരത്തിൻ്റെ ക്വാളിറ്റി ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കല്ല, കഴിക്കത്തില്ല, അത്രയാണ്. വാ തുറന്ന് ഇത് കൊള്ളത്തില്ല, ഇത് ശരിയല്ല എന്നുള്ളത് പറയത്തേ ഇല്ല. അത് എങ്ങനെ അത് ക്വാളിറ്റി വന്നെന്ന് പറയുന്നത് ആഹാരത്തിന് വിമർശിക്കത്തില്ല. ഇതിൽ ബുഹാരിയിൽ 3563. അപ്പോൾ ഇത്രയും വലിയ രാജാധീയ ചക്രവർത്തി പ്രവാചകന് എന്തും പറയാം, ഇത് ശരിയല്ല, മാറ്റിയെടുത്തോണ്ട് പോകാൻ ഒന്നും പറയത്തില്ല. ഒരു ഫുഡിനെ കുറിച്ച് ഒരു പറഞ്ഞിട്ടില്ല, കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ആൾക്കാരുടെ കൂടെ അവരോട് കലർന്നാണ് നിൽക്കുക. അപ്പോൾ സഹാബാക്കളും പ്രവാചകനും ഇരിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരികയാണ്, അറിയാത്ത ആൾ, പ്രവാചകൻ ആരാന്ന് അറിയാത്ത ആളാണെങ്കിൽ വന്ന് ഇങ്ങനെ കുറേ സഹാബികളുടെ കൂടെ പ്രവാചനിക്കുമ്പോൾ ആരാ പ്രവാചകൻ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഒരു സെപ്പറേറ്റ് ചെങ്കോലോ കിരീടമോ അല്ലെങ്കിൽ സിംഹാസനമോ അല്ലെങ്കിൽ വേഷഭൂഷാദികളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരെയും പോലെ ഇരിക്കുന്ന കണ്ടിട്ട് വരുന്ന ആൾ ചോദിക്കും, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കുന്നവർ കാണാം. അതുപോലെ ഒരാൾ വന്നിട്ട് പ്രവാചകനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലായി ഇതാണ് പ്രവാചകൻ എന്നുള്ളത്. അതുപോലെ മറ്റൊരു സംഭവത്തിൽ ഇതേപോലെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പ്രവാചകൻ സഹാബകളോടെ ഇരിക്കുമ്പോഴത്തേക്ക് പ്രവാചകൻ ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നിന്ന് വിറയ്ക്കുന്നു, മുട്ടടിക്കുന്നു, ഫ്രണ്ടിൽ ഇങ്ങനെ വിറയ്ക്കുന്നു. അപ്പോൾ പ്രവാചകൻ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്, എന്തിനാ? ഞാൻ വലിയ രാജാവൊന്നുമല്ല, ഞാൻ സാധാരണ ആളാണ്, സാധാരണ ആഹാരം കഴിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മകൻ മാത്രമാണ് ഞാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച പ്രവാചകൻ്റെ ആ സ്റ്റാറ്റസ് എല്ലാം വരുന്ന ആൾ പുറത്തുനിന്ന് കേട്ടിട്ട് ഇത്രയും വലിയ ചക്രവർത്തി എല്ലാം അറിഞ്ഞിട്ട് സാധാരണ രാജാക്കന്മാരെ ആൾക്കാർ കണ്ടാൽ എങ്ങനെ പേടിക്കുകയോ വിറയ്ക്കുകയോ ആ രീതിയിൽ അദ്ദേഹം വന്ന് വിറയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ഞാൻ അങ്ങനെ രാജാവ്, അങ്ങനെ എല്ലാവരും അക്രമം കാണിക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ സാധാരണ എന്താണ് സാധാരണ ജീവിച്ച സ്ത്രീയുടെ മകനാണെന്നുള്ള രീതിയിൽ പ്രവാചകൻ പറയുന്നത് കേൾക്കാം. അപ്പം അതും വളരെ എളിമമായ ഒരു സ്വഭാവം ആണ് അതിനകത്ത്. അതുപോലെ മറ്റൊരു സംഭവം, ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട് പ്രവാചകൻ. ലാസ്റ്റ് ആ ഹജ്ജ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന സംസം കിണറിൽ നിന്ന് വെള്ളം കോരി വെച്ചിട്ട്
ഒരു പാത്രത്തിൽ വെള്ളം കോരുക, സംസം മണ്ണിൽ നിന്ന് വെള്ളം കോരി ഒരു പാത്രം കുറിച്ച് മാറ്റി വെച്ച് പാത്രത്തിൽ വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം അങ്ങനെ മുക്കി കുടിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അവിടത്തേക്ക് വന്നിട്ട് അനസിൻ്റെ അടുത്ത് പറയും, അനസ് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ താന്നു. അപ്പോൾ അനസ് പറയും, ഫദൽ എന്ന് പറഞ്ഞ മറ്റു സഹോദരൻ, ഫദൽ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഉമ്മ അടുത്തൊന്ന് വെള്ളം വീട്ടിൽ അവിടെ നിന്ന് കൊണ്ടുപോകാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും അതിനകത്ത് കൈയിട്ടൊക്കെ മുക്കി കുടിച്ചതുകൊണ്ട് ഈ വെള്ളം പ്രവാചകൻ കുടിക്കണ്ട, വീട്ടിൽ നിന്ന് നല്ല വെള്ളം കൊണ്ട് കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ ഫദലിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് വരാൻ പറയും വെള്ളം. അപ്പോൾ പ്രവാചകൻ പറയും, അനസേ വെള്ളം താന്ന് പറയും. അതായത് ഈ നിങ്ങൾ കുടിക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം താന്നർത്ഥം. അപ്പോൾ അനസ് പറയും, ഇല്ല, ഇത് ഞങ്ങളെല്ലാം ആൾക്കാരെല്ലാം കൈയിട്ട് അതിനകത്ത് കോരിയതാണ്, അത് സാരമല്ല, അതിൽ നിന്ന് വെള്ളം താന്ന് പറഞ്ഞിട്ട് അവൻ ആ ജനങ്ങൾ കുടിച്ച ആ പാത്രത്തിൽ നിന്ന് അല്ല ആ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്ത് വെള്ളം കുടിക്കുന്ന കാണാം. എന്നിട്ട് സംസം കിണറിലോട്ട് പോകും, വെള്ളം കോരുന്ന സ്ഥലത്തോട്ട് പോയിട്ട് പറയും, ഞാൻ നിങ്ങളെ കൂടെ വെള്ളം കോരിയാനെ, അല്ലെങ്കിൽ പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഞാൻ വരുന്നത് കണ്ട് എല്ലാവരും വന്ന് ഇടിച്ച് അവിടെ ഒരു ക്രൗഡ് ഉണ്ടായി, നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല, ഞാൻ അവിടെ വെള്ളം കോരുന്നില്ല. ഇത് ബുഖാരിയിൽ 1635 കാണാം ഈ ഹദീസ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു പുറത്തു വന്ന ഒരാൾ വന്നിങ്ങനെ മുട്ടിടിച്ച് വിറച്ചെന്ന് പറഞ്ഞത് അത് ഇബ്നു മാജയിൽ 3312 എന്ന ഹദീസിൽ കാണാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര സാധാരണ ആൾക്കാരോടാണ് വേണമെങ്കിൽ അവിടെ നിന്ന് വെള്ളം പിടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ മാറി നിൽക്കാം, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് എങ്ങനെ ഇത് ഇത്രയും മനസ്സിൽ ഇങ്ങനെ ഒരു എളിമ ഇത്രയും വലിയ ഇത് അലങ്കരിച്ചിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വേറെ ഹദീസ് കണ്ടാൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അള്ളാഹുവിൻ്റെ ഭയം മാത്രമാണ്. ഓരോ ആഹാരവും കഴിച്ച് തീരുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കാതെ എഴുന്നേക്കത്തില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നീയാണ് റിസ്ക് തരുന്നവൻ, നീ റിസ്ക് നിർത്തി കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ദുആ ചെയ്തിട്ടായിരിക്കും ഓരോ ആഹാരം കഴിഞ്ഞ് എഴുന്നേക്കുന്നത്. ഇത് ബുഖാരി 5459. ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതായിരിക്കും, ഇതാവാനാണ് സാധ്യത. നമ്മൾ നോക്കുമ്പോൾ എന്നെക്കാൾ മുകളിൽ ഒരു ശക്തിയുണ്ട്, സൂപ്പർ പവറുണ്ട്. ആ ദൈവമാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്, നമുക്ക് ആഹാരം തരുന്നത്, വെള്ളം തരുന്നത്, എല്ലാ നന്മ എല്ലാം വരുന്നത് ആ അള്ളാഹുവിൽ നിന്നാണ്. ആ അള്ളാഹുവിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ രക്ഷപ്പെടും എന്നുള്ള ആ ബോധം ആ മനസ്സിൽ കിടക്കുന്ന, ഞാൻ പറഞ്ഞ നേരത്തെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ സ്വഭാവങ്ങളും ചിന്തകളും വർത്തമാനങ്ങളും എല്ലാം വരിക. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ പോലും അങ്ങനെ പെർഫെക്റ്റായിട്ട് ഈ ഒരു എളിമ ഒരു വലിയ ആളാണെന്ന് കാണിക്കാത്തതിൻ്റെ കാരണം ഈ ബോധമാണ്. മനസ്സിൽ കിടക്കുന്ന ഈ ബോധം അള്ളാഹു ഉണ്ട്, അള്ളാഹു പറഞ്ഞു നമ്മൾ ജീവിക്കണം, നമ്മളിതൊന്നുമല്ല, ഇവിടെ രാജാധികാരം തന്നാലും പ്രവാചകത്വം തന്നാലും നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് അടിമയായിട്ട് ബന്ധിക്കണം, എല്ലാത്തിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഉത്തമ ബോധം ഉണ്ടെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെട്ടു. അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന പാഠം. ഈ എളിമ വരണമെന്നുണ്ടെങ്കിൽ അത് ഓർത്താൻ മതി. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ചിലപ്പം മറക്കും, ഒരു റക്കാത്ത് കുറച്ച് നിസ്കരിക്കും. അപ്പം സഹാബകൾ ആ സമയത്തൊന്നും പറയത്തില്ല. നിസ്കാരം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സഹാബകൾ ചോദിക്കും, റക്കാത്തിൽ നിസ്കാരത്തിൻ്റെ റൂളിൽ എന്തെങ്കിലും വ്യത്യാസം ചേഞ്ച് വന്നിട്ടുണ്ടോ, റക്കാത്തിൽ കൂട്ടിയോ കുറച്ചോ നിസ്കരിച്ചിട്ടുണ്ടോ? അത് റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് പറയുന്നില്ല. ഒന്നി 2 റക്കാത്ത് ഒരു റക്കാത്ത് അല്ലെങ്കിൽ 1 റക്കാത്ത് 2 ഇങ്ങനെ വ്യത്യാസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയും, ഉടനെ പോയിട്ട് റക്കാത്ത് മറവിക്ക് ചെയ്യുന്ന 2 സുജൂദുണ്ടല്ലോ, ആ 2 സുജൂദ് ചെയ്തിട്ട് സലാം വിട്ടു. എന്നിട്ട് പറയും, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ വന്ന അല്ലെങ്കിൽ റൂളിൽ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തപ്പഴേ പറഞ്ഞു തന്നെ, ഇത് ഞാൻ നിങ്ങളെപ്പോഴും ഒരു മനുഷ്യനാണ്, ഞാനും മറക്കും, നിങ്ങൾ മറക്കുന്ന പോലെ ഞാനും മറക്കും, മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള പരിഹാരം ചെയ്യുക എന്ന് പറയും. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് വേണമെങ്കിൽ പറയാം, എന്ത് നാണക്കേടാണെന്നോ എന്തെങ്കിലും വിചാരിച്ചോ, അയ്യോ ഇപ്പം ഞാനിപ്പോൾ മറന്നെന്ന് പറഞ്ഞവർ എന്താ വിചാരിക്കും, ഞാനൊരു പ്രവാചകനാണ്, പ്രവാചകൻ മറക്കുമോ എന്നെല്ലാം ചിന്തിക്കുമെന്നുള്ള ഇതുണ്ടെങ്കിൽ അതെ നിസ്കാരം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നാളെ പിന്നെയും 2 റക്കാത്ത് എന്തെങ്കിലും ആക്കാറുണ്ടല്ലോ. ഇതിപ്പോൾ പ്രവാചകൻ സത്യസന്ധനാണ്, അള്ളാഹുവിൻ്റെ സത്യപ്രവാചകനാണെന്നുള്ള തെളിവുകളാണ് ഇതെല്ലാം. നമ്മൾ അങ്ങനെയാണ് ഇത് ഈ ഹദീസിനൊക്കെ കാണേണ്ടത്. സ്വന്തത്തെ ഒരിക്കലും മുൻനിർത്തുന്നില്ല. അത് തെറ്റാണെങ്കിൽ തെറ്റ്, അത് ഞാൻ മറന്നു, ഞാൻ മനുഷ്യനാണ്. ഇങ്ങനെ ഒരു ആത്മീയ ആചാര്യൻ പറയുമോ? ആത്മീയത്തിൽ ഏറ്റവും ഹൈറ്റിലോട്ട് പോയ ആൾക്കാർ തങ്ങൾക്ക് തെറ്റേ വരത്തില്ല, ഒന്നും മറക്കത്തില്ല എന്നൊക്കെ ക്ലെയിം ചെയ്ത ആൾക്കാരായിരിക്കും. ഈ പ്രവാചകൻ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അല്ലെന്ന് പറയുന്നു, ഞാൻ നിങ്ങളെ പോലെ മനുഷ്യൻ, ഞാൻ മറക്കും, അതെന്ന് ഞാൻ ഇതാണ് എൻ്റെ പരിഹാരം. അപ്പം ഇതെല്ലാം പ്രവാചകൻ്റെ തെളിവുകളിലും നമുക്കിത് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പം എളിമ എന്ന് മാത്രമല്ല, ഇത് സത്യപ്രവാചകനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടാണ്. ഇനി ഒരു സംഭവം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ പാട്ട് നിർത്താം. പ്രവാചകന് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകം ഈ ഓടുന്ന പന്തയത്തിലെല്ലാം ഫസ്റ്റ് വരും. അതിനെ തോപ്പിക്കാൻ അവിടുത്തെ ഏരിയയിലുള്ള ഒരു ഒട്ടകത്തിന് പറ്റത്തില്ല, എപ്പോഴും അത് തന്നെ ആയിരിക്കും ജയിക്കുന്നത്. ഒരു ദിവസം വെളിയിൽ നിന്ന് ഗ്രാമത്തിൽ നിന്നൊരു ഗ്രാമവാസി വന്നിട്ട് അയാളുടെ ഒട്ടകം അതുമായിട്ടൊന്ന് മത്സരിപ്പിച്ചപ്പോഴത്തേക്ക് പ്രവാചകൻ്റെ ഒട്ടകം തോറ്റുപോയി, ഗ്രാമവാസിയുടെ ഒട്ടകം ജയിച്ചു. ഇത് മുസ്ലിങ്ങൾക്കെല്ലാം ഒരുമാതിരി ആയിപ്പോയി, മനസ്സെല്ലാം മുഖമെല്ലാം വിഷമിച്ച് ചുളിഞ്ഞിരിക്കുക. അപ്പം പ്രവാചകൻ പറയുന്നത് കേൾക്കണം, ഒന്ന് മനസ്സിലാക്കുക, ഏതൊന്നിനെ അള്ളാഹു മുകളിൽ വരെ കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുവരാതെ ഇരിക്കത്തില്ല. ഏറ്റവും പീക്കിൽ പോയിട്ട് അത് താഴെ കൊണ്ടുവരും.
ഒരു തത്വം പറഞ്ഞ് ആ തോൽവി എന്ത് ലൈറ്റായിട്ട് എടുത്തുന്നില്ല. ഇത് മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ്റെ കാര്യമാണെങ്കിലും മൃഗത്തിൻ്റെ കാര്യമാണെങ്കിലും നമുക്കുള്ള പദവി സമ്പത്ത് എന്താണെങ്കിലും മോളിൽ പോയിട്ട് താഴെ വരും എന്നുള്ള ഒരു അള്ളാഹുവിൻ്റെ ഒരു നിയമം. ആ നിയമം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അല്പം പോലും എൻ്റെ ഒട്ടം മത്സരത്തിൽ തോറ്റല്ലോ, ആരോ പുറത്തു നിന്ന ഒരാൾ രാമോസിയുടെ ഒട്ടത്തിൻ്റെ കൂടെ മത്സരിച്ച് എൻ്റെ ഒട്ടം തോറ്റല്ലോ എന്നുള്ളത് അല്പം പോലും ഇല്ല. നമുക്കൊന്നും ഇതിങ്ങനെ ഒരിക്കലും അത് ബെയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ വണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോയി തോക്കിയോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയതായിട്ട് ഹേർട്ട് ചെയ്യും. പ്രവാചകൻ അല്പം പോലും ഇതിനെ അത് ബാധിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. അവിടെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അള്ളാഹു അങ്ങനെയാണ് നിയമം വെച്ചിരിക്കുന്നത്. അത് ഇത്ര നാൾ നിന്ന് ടോപ്പിൽ ഒരു കാലത്ത് ഡൗൺ ആവും എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പാഠമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പല സമസ്യകളിൽ നിന്നും നമുക്ക് അതിൻ്റെ പരിഹാരം തേടാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ചെറിയ ചെറിയ തോൽവികളിൽ ഒന്നും മനസ്സുമെടുക്കാതെ നല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വെറുതെ എളിമ എന്നുള്ള ഒരു ടൈറ്റിൽ മാത്രം ഒതുങ്ങുന്നല്ല ഇത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിൻ്റെ കൂടെ ഉള്ള മറ്റ് അതിൻ്റെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഈ പാർട്ട് ഇതോടെ നമുക്ക് ഇവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ അടുത്തടുത്ത് ഇതിനകത്ത് കാണാം.